നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ അടുത്ത കാലത്ത് ഇറങ്ങിയ വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് ഗിരീഷ് AD ചിത്രം പ്രേമലു. കേരളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് എന്നിവിടങ്ങളിലും സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് സിനിമ. ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ സംവിധായകൻ ഗിരീഷ് AD പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ ഒരു രംഗത്തിൽ സംഭവിച്ച തെറ്റ് ചൂണ്ടിക്കാട്ടിയ പ്രേക്ഷകന് മറുപടിയുമായി സംവിധായകൻ ഗിരീഷ് AD തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗാനരംഗത്തിൽ വരുന്ന ഷോട്ടിൽ കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വൈശാഖ് എന്ന പ്രേക്ഷകൻ ഫേസ്ബുക്കിലെ സിനിമാ ഗ്രൂപ്പിൽ കുറിപ്പിടുകയായിരുന്നു. കുറിപ്പിട്ടതിന് പിന്നാലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും നിശിതമായ വിമർശനവും പരിഹാസവുമായിരുന്നു വൈശാഖിന് നേരിടേണ്ടി വന്നത്. എന്നാൽ അത് തന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച തെറ്റ് തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി സംവിധായകൻ ഗിരീഷ് AD കമന്റുമായി വരികയായിരുന്നു. സത്യത്തിൽ അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് തന്നെയായിരുന്നു, ആ ഷോട്ട് ഇടാതെ വേറെ വഴിയില്ലായിരുന്നു എന്നാണ് ഗിരീഷ് AD മറുപടിയുമായി കുറിച്ചത്. ഇതോടെ സംവിധായകനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രേക്ഷകരും കുറിപ്പുകൾ പങ്കുവച്ചു. സിനിമയിലെ കുറ്റങ്ങളും കുറവുകളും തുറന്നു കാണിക്കുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്ന സംവിധായകരൊക്കെ ഗിരീഷിനെ കണ്ട് പഠിക്കണമെന്നാണ് ചിലർ കുറിച്ചത്. പടം പൊട്ടിയതുവരെ റിവ്യൂവർമാരുടെയും പ്രേക്ഷകരുടെയും നെഞ്ചത്ത് വയ്ക്കുന്ന സിനിമാക്കാർ ഉള്ള കാലത്ത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ ഡയറക്ടർ തന്നെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ഒരു ഓപ്പൺ ഗ്രൂപ്പിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവ് കാര്യമായി തോന്നിയെന്നായിരുന്നു വൈശാഖ് കുറിച്ചത്. വൈശാഖിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ഇട്ടതാണ് ഈ പോസ്റ്റ്. അതായത് പ്രേമലുവിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അറിയാൻ വേണ്ടി ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൽ ഇടുന്നതിന്റെ കൂടെ ഷിറ്റർ മൂവി മിസ്റ്റേക്സ് ഗ്രൂപ്പിലും ഇട്ടു. ഇട്ടപാടെ ഞാൻ എയറിൽ പോയി, പിന്നെ അങ്ങോട്ട് ഫുൾ അലക്കായിരുന്നു. ഇത് പാട്ടിന്റെ ഇടയിൽ സ്വിച്ച് ചെയ്തതാണ്, 5 മിനിറ്റിലെല്ലാം കാണിക്കാൻ പറ്റുമോ, അല്ലാതെ മിസ്റ്റേക്ക് ഒന്നും അല്ലെന്നും പറഞ്ഞു. അങ്ങനെയും ഒരു പോസിബിലിറ്റി പറയാം. പക്ഷേ എനിക്കത് മിസ്റ്റേക്കായി തോന്നി. കാരണം റീനു വണ്ടി മേടിച്ച് ഓടിക്കുന്നതും സ്വിച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇതിപ്പോ അണിയറക്കാർ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും ആരും അറിയാൻ പോണില്ല. പക്ഷേ സംവിധായകൻ തന്നെ നേരിട്ട് വന്ന് അതൊരു തെറ്റാണെന്ന് സമ്മതിക്കുന്നു. പടം പൊട്ടിയതുവരെ റിവ്യൂവർമാരുടെയും പ്രേക്ഷകരുടെയും നെഞ്ചത്ത് വയ്ക്കുന്ന സിനിമാക്കാർ ഉള്ള കാലത്ത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ ഡയറക്ടർ തന്നെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ഒരു ഓപ്പൺ ഗ്രൂപ്പിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവ് കാര്യമായി തോന്നി. സൂപ്പർ ശരണ്യ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഗിരീഷ് AD സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു. നെസ്ലൻ, മമിത ബൈജു, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തു. You're watching me on metromatney.com.